സ്വാമിജി ഞങ്ങള് ദേ വീണ്ടും. രാവിലെ എന്റെ ഇടതുമൂക്ക് ചൊറിഞ്ഞപ്പോഴേ ഞാൻ ഉറപ്പിച്ചു ഇന്ന് നീ എന്റെ മുമ്പിൽ എത്തുമെന്ന്. അതുപോട്ടെ, പിന്നെ എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങൾ? വിശേഷം സ്വാമി, അന്ന് അങ്ങ് പറഞ്ഞ പോലെ നഷ്ടപ്പെട്ട ലോട്ടറി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. കിട്ടണമല്ലോ, പറഞ്ഞത് ഞാനല്ലേ. അതേതായാലും അത്ഭുതമായി പോയിട്ട്. ഇനിയും കൂട്ടുകാരന് ജയദാസനെ വിശ്വാസമായിട്ടില്ലെന്ന് തോന്നുന്നു. ലോട്ടറി തിരിച്ചു കിട്ടിയത് ഏതായാലും അത്ഭുതം തന്നെ. പക്ഷേ സ്വാമിജി അത്രയ്ക്ക് വലിയ സംഭവമാണെന്നൊന്നും ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. മിണ്ടാതിരി. വേണ്ട. പിന്നെ നിനക്ക് വിശ്വാസമാകാൻ ഇനി നാം എന്താണ് ചെയ്യേണ്ടത്? അധികമൊന്നും വേണ്ട. ഈ ലോട്ടറി തിരിച്ചു കിട്ടുമെന്ന് സ്വാമിജി പറഞ്ഞില്ലേ? പറഞ്ഞു. അത് കിട്ടിയല്ലോ. അത് സ്വാമിജിക്ക് എങ്ങനെ മനസ്സിലായി? എന്ത് കണ്ടിട്ടാ സ്വാമി അങ്ങനെ പറഞ്ഞത്? അത് പറയാം, കേട്ടോളൂ. നിങ്ങളൊക്കെ സ്കൂളിൽ ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ച് പഠിച്ചിരിക്കും, സർ ഐസക് ന്യൂട്ടൻ, ഇല്ലേ? അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ലോയുണ്ട്, അറിയാമോ? പഠിച്ചിട്ടുണ്ടോ? എനിക്കറിയാം. നിനക്കറിയാടാ? പോടാ. എന്നാ നീ പറ. Every opposite action has equal action reaction. കുറച്ച് തെറ്റിപ്പോയി, ടച്ച് പോയേ, അതാ. ഏതായാലും നിന്റെ മേഖല അഭിനയമോ രാഷ്ട്രീയമോ ആണെന്ന് വ്യക്തമാണ് ആനന്ദ്. അതുപോട്ടെ, എന്താലോ എല്ലാ പ്രക്രിയകൾക്കും വിപരീതവും എന്നാൽ സമാനവുമായ റിയാക്ഷൻസ് ഉണ്ടാകും, അല്ലേ? അതെ. അത് മുൻനിർത്തി പറയുമ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയ ലോട്ടറി ടിക്കറ്റ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് നന്മയും, ആ നന്മ നിങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങൾ മറ്റൊരാൾക്കൊരു നന്മയും ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി സ്വാമി. പറയടാ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ സ്വാമി പുലിയാണ്. ഞാൻ പുലി പറ്റിയൊന്നുമല്ല. ഞാനൊരു സാധാരണ പച്ചയായ മനുഷ്യനാണ്. ഏതാനും അസാധാരണ കഴിവുകളുള്ള ഒരു സാധാരണനായ പച്ചയായ ഒരു സാധാരണ സ്വാമി. മനസ്സിലായോ? പിന്നെ പഴയ കാര്യം ഞാൻ മറന്നിട്ടില്ല. ഞാനും പിന്നെ അത് ഓർമ്മിപ്പിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇവിടെ നിന്നെ കാണാനല്ല വന്നത്. ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ അങ്ങനെ പറഞ്ഞെന്ന് ഞാനും പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? സാധാരണ കോഫി ഷോപ്പിൽ എല്ലാവരും കോഫി കുടിക്കാനാ പോകുന്നേ, അറിയില്ലേ? പക്ഷെ ഈ കോഫി ഷോപ്പിലേക്ക് തന്നെ വലിഞ്ഞു കയറി എന്തിനാന്ന് ഞാൻ ചോദിച്ചേ. അതിന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഈ ഷോപ്പിൽ നീയാ വെയിറ്റർ എന്ന്. എടി പോത്തെ, നീ എന്താ പറഞ്ഞത്? വെയിറ്ററോ? ഞാനോ? അതെ. അയ്യോ, വെയിറ്റർ ഞാനല്ലേ. എടാ സുനിലെ, പറഞ്ഞു കൊടുക്കടാ ഞാൻ ഈ കോഫി ഷോപ്പിൽ ആരാണെന്ന്. വെയിറ്റർ എന്ന് പറയണോ അല്ലെന്ന് പറയണോ? ഓ അത് ശരി, അപ്പൊ ആക്ച്വലി വെയിറ്റർ തന്നെയാണല്ലേ. കഷ്ടം. ഫുഡ് സെർവിങ് അത്ര മോശം പണിയൊന്നും അല്ല. ഏതായാലും നീ പണ്ട് കോളേജ് ചെയ്ത അത്ര ചീപ്പ് പണിയൊന്നും അല്ലത്. കോളേജിൽ വെച്ച് ഞാൻ എന്ത് പണി കാണിച്ചെന്നാ? എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്റെ പുറകെ നടന്നവനെ അവസാനം ഞാനൊന്ന് തിരിച്ചിഷ്ടപ്പെട്ടു. അത് തെറ്റാ? ഏയ്, അത് തെറ്റൊന്നുമല്ല. പുറകെ നടക്കുന്ന ആളെ സ്നേഹിക്കുന്നത് ഒരു പുണ്യകർമ്മ. ആ പുറകെ നടന്ന ആള് എന്റെ ലവറായിരുന്നു. അങ്ങനെ എന്റെ ലവറെ കയറി പ്രേമിക്കാൻ പറ്റോടാ സുനിലെ? അവന്റെ വീക്ക്നെസ് കയറി പിടിച്ച് ഞങ്ങളെ തമ്മിൽ അകറ്റി എന്നെ ചെക്കനെ കൊണ്ട് കടന്ന് കളഞ്ഞവളാണ് ഈ വൃത്തോട്ടകള്. അയ്യേ, ഒരാളുടെ ലവറെ മറ്റൊരാൾ തട്ടിക്കൊണ്ടുപോകുന്നത് ഇച്ചയുടെ ഒരു പടത്തിന്റെ പേരാ. എന്തത്? പോക്കിരിത്തരം. എന്താ പേര്? ആരുടെ? എന്റെ സുനില്. എന്താ? പാർവതിയുടെ കൂടെ നിന്നിട്ടായിരിക്കും ഈ തമാശയൊക്കെ പറയാൻ പഠിച്ചത് അല്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? അത് തമാശയുടെ നിലവാരം കേട്ടാൽ അറിയാലോ. അതെ, നീ എന്നെ തമാശയുടെ സ്റ്റാൻഡേർഡ് ഒന്നും ഇളക്കാൻ വരണ്ട. മര്യാദ സ്ഥലം വിട്. സ്ഥലം വിടാനോ? ഞാൻ കോഫി ഷോപ്പിലേക്ക് വന്നത് കോഫി കുടിക്കാനോ. ഇത് കുടിച്ചിട്ടേ ഞാൻ പോകൂ. ആഹാ, അങ്ങനെ ഇപ്പൊ നീ കോഫി കുടിക്കണം. എനിക്കടി തമ്പുരാനെ, അതിനിടയിൽ നമുക്കുള്ളത് കാര്യമായിട്ട് മാറ്റി വെച്ചിരുന്നല്ലോ. ഇതുങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. സാധാരണ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് റോയിച്ചിന്റെ രംഗപ്രവേശനം ഉള്ളതാണല്ലോ. എന്താടി ഇത്? ആരത്? എന്താ പ്രശ്നം? റോയ്ച്ച, ഞാൻ പറഞ്ഞില്ല ഒരു ശ്രേയ എന്നെ കോളേജിൽ ബിനോയിനെ തട്ടിക്കൊണ്ട് പോയ പണ്ടാര സാധനം. പാർവതി, മൈൻഡ് യുവർ വേർഡ്സ്, ഓക്കേ? അതൊക്കെ പഴയതല്ലേ. എനിക്ക് അത്ര പഴയതായിട്ടില്ല റോയ്ച്ച. ഇന്നെന്താ പ്രശ്നം? ഈ കുട്ടി വേറെ വല്ല അടിച്ചോണ്ടാൻ ശ്രമിച്ചോ? ഇല്ല. തന്നെയല്ല, ശ്രേയ ഇപ്പൊ നമ്മുടെ കസ്റ്റമറാണ്. ശ്രേയ, സോറി, പ്ലീസ്. ഇറ്റ്സ് ഓക്കേ. എന്താ പേര്? റോയിച്ച കിടന്നുകൊണ്ട് അടിച്ചു മാറ്റണ ജാതിയാ. ഏട്ടോ പോടാ.
റോയ്ച്ചൻ എന്നല്ലേ പേര്? അല്ല, റോയ് ഐസക്. ഓ, ഛേ, എന്തായാലും മോശമായി പോയി പാറു. അവളെവിടെ സാറാ? അവളുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ഉണ്ടാവില്ലായിരുന്നു. അവള് കാലത്തെ വരെ ഹിഷാമിന്റെ അടുത്ത് ഫോണിൽ തല്ലി പിടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ തലവേനയായിട്ട് റൂമിൽ കിടക്കുന്നുണ്ട്. വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണല്ലോ. അത് കാലത്ത് മുതലേ സ്വിച്ച് ഓഫാ. ഇനി അതെന്ത് കുരിശാണോ? ഏതായാലും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. സുനിലെ, ഷോപ്പ് നോക്കിക്കൊള്ളണം. പിന്നെ ഇനി അവളെ നോക്കിക്കൊണ്ടിരിക്കണ്ട. അവള് കോഫി കുടിച്ചിട്ട് പോയിക്കോളും. മനസ്സിലായല്ലോ? പിന്നല്ലാതെ. ആളിച്ചിരി അഹങ്കാരിയാ. ആണുങ്ങളെ വളച്ചൊടിക്കാൻ ബെസ്റ്റ് ആളാ. ആര്, ഞാനോ? പ്രേയ അല്ല ശ്രേയ. ഓ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലും തെറ്റില്ല. പക്ഷെ എപ്പോഴും നന്മ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ബോറടിക്കില്ലേ? ബോറടിച്ചാലും ബോറിനിട്ട് ഞാൻ അടിച്ചാലും ശരി, ഇനി എന്തായാലും എല്ലാവർക്കും നല്ല കാര്യം ഞാൻ ചെയ്യൂ. എന്നാ നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് എന്നെ നാട്ടിലേക്ക് പോകുന്നു അങ്ങ് തീരുമാനിക്കും. എന്നിട്ട് എന്നെ ഒന്ന് ഫ്രീ ആക്കുന്നതും ഒരർത്ഥത്തിൽ നന്മയാണല്ലോ. നീ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പോവാം. ഛേ, എന്താടാ ഇത്? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞത്. ഇതുപോലത്തെ തമാശ നീ ചിഞ്ചുവിനോട് പറഞ്ഞാൽ മതി. എൻ്റെ ഒരു റിക്വസ്റ്റാ. കാരണം അവൾക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റും. നീ ടോപ്പിക്ക് മാറ്റി. അതിന്റെ പേര് പറഞ്ഞാൽ തന്നെ ആ സാധനം മുമ്പിലും ചാടും. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് കുറേ നന്മ ചെയ്താലോ? നന്മ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് നന്മയാ ചെയ്യുക? പെട്ടെന്ന് ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. എന്നാലും ഞാൻ പറയാം. നീ പ്രാർത്ഥിച്ചോ, ഈശ്വര എന്റെ കൂട്ടുകാരൻ ആനന്ദിന് സിനിമയിൽ അഭിനയിക്കാൻ പറ്റണേ. അതിപ്പോ നിനക്കും ആവാലോ. ആ പെറ്റിലുള്ള ബാക്കിയടി നിനക്ക് ക്യാൻസൽ ചെയ്യാലോ അല്ലേ? അതെന്താന്നറിയോ, അതിൽ കുറച്ചുള്ള നന്മ ഞാൻ ഉദ്ദേശിക്കുന്നേ. അതിൽ കുറഞ്ഞ എന്താ നന്മ? അതാണ് നന്മ. അത് ശരിയായി. അതൊന്നും അല്ല നന്മ. ആൾക്കാരെ നന്നായി കരുതാ, അവരെ നന്നായി പെരുമാറാ. സോറി, അറിയാതെ പറ്റില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. അറിയാൻ സംഭവിച്ചല്ലേ, ഇതിരിക്കട്ടെ. നീ എന്നെ തല്ലിയല്ലോ. നായം പറയുന്നോളെ ചായടിക്കാരാ. ലോട്ടറി മിണ്ടിപ്പോരുത് നീ. ഞാൻ പറഞ്ഞല്ലേ നിന്നോട് ക്ഷമിക്കാൻ. കർമ്മ പണി തന്നത് കണ്ട. നീ എന്നോട് ക്ഷമിക്ക്. ഇതിപ്പോ കർമ്മ എങ്ങനെ പണി തരുമെന്ന് ഞാൻ അറിഞ്ഞു. പോണ പോക്ക് കണ്ടില്ലേ?